പൊങ്കാലയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറച്ച് നേരം വീട്ടിലിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും കാശിയും കൂടെ കോവിലോട്ട് പോയി. കാരണം പൂ ഇറുക്കാനൊക്കെ ഉണ്ടായിരുന്നു. പൂ ഇറുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് കോൾ വന്ന് നമുക്ക് കോവിലിൽ പോകണം, മാമിക്ക് താലപ്പൊലി ഉള്ളതാണെന്ന്. അങ്ങനെ പിന്നെ വീട്ടിൽ പോയി റെഡിയായിട്ട് നമ്മളിതാ പോയപ്പോൾ അച്ഛൻ പറഞ്ഞ് കുത്തിയോട്ട കുട്ടിക്ക് ഇച്ചിരി മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കണം. എൻ്റെ ഡാഡി വിചാരിച്ചു ഞാൻ ഭയങ്കര മേക്കപ്പ് ആർട്ടിസ്റ്റാണെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് മേക്കപ്പൊക്കെ കഴിഞ്ഞപ്പോൾ വാമി എത്തി. വാമി ഫുൾ മൂഡ് വേറെ ലെവലിലാണ് നിൽക്കണത്. കാരണം അവൾ ആരെ കയ്യിലും പോകില്ല, ചേച്ചിയുടെ കയ്യിൽ മാത്രമേ നിൽക്കുകയുള്ളൂ എന്നൊരു ഗതിയായിരുന്നു. പക്ഷെ കുറച്ച് നേരം എൻ്റെ കയ്യിൽ വന്നു. അത് ഭയങ്കര എനിക്ക് അത്ഭുതമായിട്ടുള്ള കാര്യമാണ്. കാരണം അവൾ അധികം എൻ്റെ കയ്യിൽ വരാറില്ല ഗായ്സ്. ഈ വീഡിയോയിൽ കാണുന്ന സ്നേഹമേ ഉള്ളൂ. ഞാനും അവളും കൂടെ കീരിയും പാമ്പുമാണ്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ദൂരം നടക്കണം നമ്മളെ കോവിലിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പോൾ കാണിച്ചത് ഞങ്ങളുടെ അവിടുത്തെ റോഡിൽ നിന്നുള്ള ആ ഒരു വ്യൂ ആണ്. അപ്പം നമ്മൾ പകുതി ദൂരം എത്തി. ഇനി ദേവി നമ്മളെ പകുതി വരെ വന്ന് നമ്മളെ എല്ലാവരെയും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ദേവി വരണ ടൈം ആയപ്പം ഭയങ്കര പടക്കം വെപ്പായിരുന്നു. എൻ്റെ പൊന്നോ, അവരുള്ള പൈസയ്ക്ക് പടക്കം വാങ്ങിച്ച് തീർത്തതെന്നാണ് തോന്നുന്നത്. അത്രയ്ക്ക് പടക്കമായിരുന്നു. ഒരു ഗ്രാൻഡ് വെൽക്കം തന്നെയായിരുന്നു അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അമ്മ വന്നിട്ട് കുറച്ച് നേരം അവിടെ ഒരു കളങ്കാവലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ അമ്പലത്തിലോട്ട് പോയി. അമ്പലത്തിൽ പോയിട്ടും പിന്നെയും കളങ്കാവലുണ്ട് കുറേ നേരം. എനിക്ക് തോന്നുന്നത് നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു 12 മണിയാണ്. ആ സമയമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം നമ്മൾ ഉത്സവം തീർന്ന് ഇനി ഒരു വർഷം കഴിഞ്ഞിട്ടേ ഈ ഉത്സവം ഉള്ളൂ. അത് കഴിഞ്ഞപ്പം നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കുത്തിയോട്ടത്തിനുള്ളതാണ്. അപ്പോൾ കുത്തിയോട്ടം കഴിഞ്ഞിട്ട് ആ കുട്ടി ഓടുന്ന ഇതാണ് നിങ്ങൾക്ക് കാണിച്ചത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മമാരുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളായി. അങ്ങനെ അവിടെയുള്ള എല്ലാവരും വീട്ടിൽ പോയിട്ട് ഞാനും